This is Tiju, and today as usual we will be discussing about IELTS Writing Task 2. So IELTS Writing Task 2-ൽ synonyms എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം, that is the topic we are going to discuss about. So before that, let's wait a couple of minutes so that everybody could join our session. Okay, so once again, good afternoon. And in our essay, പലർക്കും കോമൺ ആയിട്ട് പറ്റുന്ന ഒരു മിസ്റ്റേക്കാണ് പ്രോപ്പറായിട്ട് സിനോണിംസ് യൂസ് ചെയ്യില്ല. സിനോണിംസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും. ബട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിലൂടെയാണ് നമ്മൾ നമ്മുടെ വൊക്കാബുലറി, ഹൗ മച്ച് വൊക്കാബുലറി വി നോ, അത് അവർക്ക് പ്രൂവ് ചെയ്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ റെപ്പറ്റീഷൻ പോകുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഇതിനെപ്പറ്റി വലിയൊരു ധാരണയില്ല എന്നൊരു ഐഡിയ അവർക്കും കൂടി ഉണ്ടാകും. സോ വി ഹാവ് ടു യൂസ് പ്രോപ്പർ സിനോണിംസ് ഇൻ അവർ റൈറ്റിംഗ്. സോ ഇത് നമുക്ക് ബേസിക്കലി നമ്മളിത് കേൾക്കുമ്പോൾ സിനോണിംസ് എന്ന് പറയുമ്പം ഓക്കെ ഒരു തെസോറസ് യൂസ് ചെയ്യാം, അതർവൈസ് നമുക്ക് ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത് പഠിക്കാവുന്നതേ ഉള്ളൂ എന്നൊരു ധാരണ നമുക്കുണ്ടാവാം. ബട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിനോണിംസ് പ്രോപ്പർ കോണ്ടെക്സ്റ്റിന് മാച്ച് ചെയ്യുന്നതല്ലെങ്കിൽ കൂടി നമ്മുടെ സ്കോർ ഡിക്രീസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. നമ്മൾ പ്രോപ്പറായിട്ടും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ വേണം സിനോണിംസ് യൂസ് ചെയ്യാൻ. സോ ടുഡേ വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദാറ്റ്. ഓക്കെ അനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. And our first technique is use synonyms in the right context. നമ്മൾ യൂസ് ചെയ്യുന്ന സിനോണിംസ് എല്ലാം തന്നെ റൈറ്റ് കോണ്ടെക്സ്റ്റിലായിരിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് ഒരു വേർഡ് പ്രോപ്പറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ സർട്ടൻ ഫാക്ടേഴ്സ് ബിഫോർ യൂസിങ് ദാറ്റ്. ഓക്കെ സന്തോഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മളൊരു സിനോണിംസ് യൂസ് ചെയ്യുമ്പോൾ we have to consider certain factors. The first one is purpose of our writing. നമ്മൾ റൈറ്റ് ചെയ്യുന്നതിൻ്റെ പേർപ്പസിനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സിനോണിംസ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് അവർ റീഡർ, നമ്മുടെ എക്സാമിനർ, ആ ഒരു ആൾ നോക്കുന്ന, അയാൾ ഉദ്ദേശിക്കുന്ന ഒരു വേർഡ് തന്നെ ആയിരിക്കണം നമ്മുടെ റൈറ്റിംഗ് പേപ്പറിൽ ഉണ്ടാവേണ്ടത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് മീനിങ് ഓഫ് ദ വേർഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ്. ദാറ്റ് മീൻസ് ഒരു വേർഡിന് തന്നെ ഒന്നിലധികം സിനോണിംസ് ഉണ്ടാവും, ബട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിന് മാച്ച് ആവണം ആ സിനോണിം എന്ന് പറയുന്നത്. അതായത് ഈ വേർഡ്സ് തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. ബട്ട് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ആ വേർഡ് മാച്ച് ആയില്ലെങ്കിൽ കൂടി ഇറ്റ് വിൽ ബി എ മിസ്റ്റേക്ക്. ആൻഡ് വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ പർപ്പസ് ഓഫ് അവർ റൈറ്റിംഗ്. ദാറ്റ് മീൻസ് വിച്ച് ജോണർ ഈസ് ദാറ്റ്, ഏത് ടൈപ്പാണ്, നമ്മളൊരു ഒപ്പീനിയൻ എസ്സേ ആണോ എഴുതുന്നത്, ഒരു ഡിസ്കഷൻ എസ്സേ ആണോ എഴുതുന്നത്, ഈസ് ഇറ്റ് ഫോർമൽ ഓർ ഇൻഫോർമൽ, നമ്മൾ ഫോർമലായിട്ടാണോ റേറ്റ് ചെയ്യേണ്ടത്. ആ ഒരു കോണ്ടെക്സ്റ്റ് നിങ്ങൾക്ക് ഡൗട്ട് വരുന്ന മെയിനായിട്ടും ലെറ്റർ എഴുതുന്ന കോണ്ടെക്സ്റ്റിലായിരിക്കും. അതായത് നിങ്ങൾ ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും എഴുതുന്നുണ്ട്. സോ നിങ്ങൾ ഫോർമൽ ലെറ്റർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ വേർഡ്സ് ഫോർമൽ ആയിരിക്കണം, ബട്ട് ഇൻഫോർമൽ ലെറ്ററിൽ വേർഡ്സ് ഇൻഫോർമൽ ആയിരിക്കണം. സോ വൈൽ യു ആർ കൺസിഡറിങ് ദ സിനോണിം, അതിനനുസരിച്ച് വേണം വേർഡ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് യു ഹാവ് ടു തിങ്ക് അബൌട്ട് ദ ഓഡിയൻസ് ടു. ബട്ട് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിങ്ങളുടെ എക്സാമിനർ ആയിരിക്കും നിങ്ങളുടെ ഓഡിയൻസ്, നിങ്ങളുടെ റീഡർ എന്ന് പറയുന്നത്. സോ അയാൾക്ക് ആ ഒരു എക്സാമിനറിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേർഡായിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് യു ഹാവ് ടു കൺസിഡർ വൈൽ തിങ്കിങ് അബൌട്ട് എ സിനോണിം. ഓക്കെ അനീഷ, ഗുഡ് ആഫ്റ്റർനൂൺ. ബെഞ്ചമിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. സോ നമ്മൾ ആദ്യമായി തിങ്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്, സിനോണിംസ് എന്ന് പറയുമ്പോൾ സെയിം മീനിങ് വരുന്ന വേർഡാണ്, ബട്ട് ദർ വിൽ ബി സം ഡിഫറൻസ്, ചെറിയ മൈന്യൂട്ട് ഡിഫറൻസുകൾ ഉണ്ടാവും. സോ യു ഹാവ് ടു ട്രൈ ദിസ് വേർഡ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് തിങ്ക്, ഡസ് ഇറ്റ് മേക്ക് സെൻസ്, ഇതിനൊരു സെൻസ് ഉണ്ടോ, അതോ ഇതൊരു മിസ്റ്റേക്ക് ആണോ, അത് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വേർഡ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. For example, here is an example sentence. Technology is a beneficial tool for staying connected to family and friends who live abroad. സോ നമ്മൾ ഇവിടെ ടെക്നോളജിയെ നമ്മളൊരു ബെനിഫിഷ്യൽ ടൂൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് ബെനിഫിഷ്യലിൻ്റെ അതേ മീനിങ് വരുന്ന വേർഡ്സ് ആണ്. വി ഹാവ് സിനോണിംസ് ഫോർ ദാറ്റ്: അഡ്വാൻറ്റേജിയസ്, ഹെൽപ്ഫുൾ, വാല്യുബിൾ, ഫേവറബിൾ,
പ്രോഫിറ്റബിൾ, ഗുഡ്, ഡിസൈറബിൾ. വി ഹാവ് ദിസ് മച്ച് വേർഡ്സ്. ബട്ട് ഇതിൽ ഏതൊക്കെ വേർഡ് നമ്മുടെ കോണ്ടെക്സ്റ്റിന് മാച്ച് ആവും? ദാറ്റ് ഈസ് ദ എക്സാക്ട് ക്വസ്റ്റ്യൻ. നമ്മൾ ഏതെങ്കിലും ഒരു വേർഡ് യൂസ് ചെയ്താൽ പോരാ, ഇറ്റ് ഷുഡ് മാച്ച് വിത്ത് അവർ കോണ്ടെക്സ്റ്റ്. So for example, we are choosing the word profitable. So the sentence is like this: technology is a profitable tool for staying connected to family and friends who live abroad. ഇതൊരു സെൻസ് ഉണ്ടാക്കുന്നുണ്ടോ? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് പ്രോഫിറ്റബിൾ? പ്രോഫിറ്റബിൾ മീൻസ് നമ്മളൊരു ഫൈനാൻഷ്യൽ ഗെയിൻ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. സോ ടെക്നോളജി നമുക്ക് ഫാമിലിയോടും ഫ്രണ്ട്സിനോടും കണക്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഫൈനാൻഷ്യൽ ഗെയിൻ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻസ് ഉണ്ടാക്കുന്നില്ല. ബട്ട് നമ്മൾ ബെനിഫിഷ്യലിൻ്റെ ഒരു സിനോണിം ആണ് പ്രോഫിറ്റബിൾ എന്ന് പറയുന്നതും. ബട്ട് ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് ഈസ് നോട്ട് മാച്ചിങ്. സോ നമുക്ക് വേറെ വേർഡ്സ് യൂസ് ചെയ്യേണ്ടി വരും. സോ വി ക്യാൻ കൺസ്ട്രക്ട് ദ സെൻറ്റൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് വാല്യുബിൾ. സെയിം മീനിങ് തന്നെ വരുന്ന ഒരു വേർഡാണ് വാല്യുബിൾ. സോ ടെക്നോളജി ഈസ് എ വാല്യുബിൾ tool for staying connected to family and friends who live abroad. സോ ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് മാച്ചിങ്. സോ നമുക്ക് വാല്യുബിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ബട്ട് വി കനോട്ട് യൂസ് ദ വേർഡ് പ്രോഫിറ്റബിൾ. ദെൻ നമ്മൾ ഈ കോണ്ടെക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ഗുഡ് അല്ലെങ്കിൽ ഡിസൈറബിൾ ഇതുപോലത്തെ വേർഡ്സിനേക്കാളും ബെറ്റർ തന്നെയാണ് വാല്യുബിൾ എന്ന് പറയുന്ന വേർഡ്. സോ വൈൽ യു ചൂസ് എ സിനോണിം യു ഹാവ് ടു തിങ്ക് ഈസ് ഇറ്റ് പെർഫെക്റ്റ് ഫോർ ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിന് ഈ വേർഡ് പെർഫെക്റ്റ് ആണോ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു സിനോണിം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് അവർ സെക്കൻഡ് ടെക്നിക്ക് ഈസ് റീഫ്രേസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഐഡിയ. നമുക്ക് തന്നിട്ടുള്ള ഐഡിയയെ നമുക്ക് റീഫ്രേസ് ചെയ്തും നമ്മുടെ വൊക്കാബുലറി ഷോ ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് നമുക്ക് കോമൺ ആയിട്ടും വരുന്ന നമ്മൾ കൂടുതലായിട്ട് എഴുതുന്നത് ഒപ്പീനിയൻ എസ്സേ ഓർ ഡിസ്കഷൻ എസ്സേ. ഈ എസ്സേസ് ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് എഴുതാറുള്ളത്. സോ ഇൻ ദിസ് എസ്സേസ് വി ഹാവ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. നമുക്കൊരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും ആൻഡ് അവർ ഹോൾ എസ്സേ ഡിപ്പെൻഡ് ഓൺ ദിസ്. സോ നമ്മൾ ആ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഇതിനകത്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ളത്. സോ ഈ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിന് നമ്മുടെ കയ്യിൽ മാക്സിമം സിനോണിംസ്, അതായത് നമുക്കിതൊരു വേറൊരു രീതിയിൽ ഈ സെയിം സെൻറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടും സാധിക്കണം. സോ സ്റ്റേറ്റ് യുവർ ഒപ്പീനിയൻ ഓർ ദ മെയിൻ ഐഡിയ ഓഫ് ദ ടെക്സ്റ്റ്. അതാണ് ഈ തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഉദ്ദേശം, അതിൻ്റെ എയിം എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇത് ആ ഒരു എസ്സേയിൽ അത്രത്തോളം റിപ്പീറ്റ് ആയിട്ട് വരുന്നത്. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ടെക്നോളജി ഈസ് മേക്കിംഗ് പീപ്പിൾ ലെസ് ഇൻട്രാക്റ്റീവ്. സോ ഈ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ബേസിസിലാണ് നമ്മൾ ആ ഒരു എസ്സേ എഴുതാനായിട്ട് പോകുന്നത്. സോ ഈ ഒരു തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഈ എസ്സേയിൽ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോസിബിലിറ്റി ഈസ് ഹൈ, ഭയങ്കര കൂടുതലാണ്. സോ നമ്മൾ ആദ്യം തന്നെ തിങ്ക് ചെയ്യുക ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും. ബട്ട് നമ്മളിവിടെ വേർഡ് ബൈ വേർഡായിട്ട് സിനോണിം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എഫക്റ്റീവായിട്ട് ഒരു സെൻസിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കില്ല. സോ യു ഹാവ് ടു യൂസ് ഫ്രേസസ്. നിങ്ങൾക്ക് ആ സെയിം മീനിങ് ഉള്ള ഡിഫറെൻറ്റ് ഫ്രേസസ് യൂസ് ചെയ്തിട്ട് ഇവിടെ റീഫ്രേസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ദിസ് ഈസ് അവർ സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ് ടെക്നോളജി ഈസ് മേക്കിംഗ് പീപ്പിൾ ലെസ് ഇൻട്രാക്റ്റീവ്. ഇതാണ് നമ്മൾ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. സോ നമുക്കിതിനെ സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് 3 കാറ്റഗറി ആയിട്ട് ഇതിനെ ഡിഫറെൻറ്റ് ഫ്രേസസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. അവർ ഫസ്റ്റ് ഫ്രേസ് ഈസ് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ്. ഇതിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ സാധിക്കും. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ടെക്നോളജി ആൻഡ് ദ തേർഡ് വൺ ഈസ് മേക്കിംഗ് പീപ്പിൾ ലെസ് ഇൻട്രാക്റ്റീവ്. സോ ഇതിൽ ഏറ്റവും ആദ്യത്തത് ഇറ്റ് ഈസ് എവിഡൻറ്റ് ദാറ്റ്. ഇതേ മീനിങ് വരുന്ന ഡിഫറെൻറ്റ് ഫ്രേസസ് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ വി ക്യാൻ സിംപ്ലി യൂസ് ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ്, ഓർ ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ്, ഓർ ഇറ്റ് ഈസ് അപ്പാരൻറ്റ് ദാറ്റ്, ഓർ ഇറ്റ് ഈസ് വൈഡ്ലി റിഗാർഡഡ് ദാറ്റ്. ആ രീതിയിലുള്ള ഡിഫറെൻറ്റ് ഫ്രേസസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ആൻഡ് അവർ സെക്കൻഡ് വേർഡ് ഈസ് ടെക്നോളജി. സോ നമ്മൾ തിങ്ക് ചെയ്യുക ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ടെക്നോളജി എന്നുള്ള വേർഡിൻ്റെ സെയിം മീനിങ് വരുന്ന എന്തൊക്കെ വേർഡ്സ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സോ യു ക്യാൻ യൂസ് ദ വേർഡ്സ് സച്ച് ആസ് ഡിവൈസസ് ഓർ സോഷ്യൽ മീഡിയ സൈറ്റ്സ്, ദ ഇൻ്റർനെറ്റ്, ടെക്നോളജിക്കൽ ഇൻവെൻഷൻസ് ഓർ ദ വിർച്വൽ വേൾഡ്. ഇതെല്ലാം ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാച്ച് ആവുന്ന വേർഡ്സ് ആണ്. ദെൻ നമ്മുടെ കണ്ടിന്യൂഷൻ ഓഫ് ദ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഈസ് മേക്കിംഗ് പീപ്പിൾ ലെസ് ഇൻട്രാക്റ്റീവ്. സോ ഇത് നമുക്ക് ഒരു ഫ്രേസ് യൂസ് ചെയ്തിട്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നിങ്ങൾ ഇതിൻ്റെ കോണ്ടെക്സ്ച്വൽ മീനിങ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷം ഈ സെയിം മീനിങ്ങിൽ ഒരു ഡിഫറെൻറ്റ് സെൻറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇവിടെ നമുക്ക് ആകെ ചെയ്യാനായിട്ട് സാധിക്കുക. സോ നമ്മൾ ആലോചിക്കുക എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് വി ഹാവ് ടു പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് സെൻറ്റൻസസ്.
നമുക്ക് ഇവിടെ ആളുകൾ തമ്മിലുള്ള ഇൻട്രാക്ഷൻ കുറയും, ഇതാണ് അവർ പറഞ്ഞിട്ടുള്ള കാര്യം. സോ നമുക്ക് ഇതിന് പകരമായിട്ട് എന്തൊക്കെ യൂസ് ചെയ്യാം? യു ക്യാൻ യൂസ് ഡ്രൈവിംഗ് പീപ്പിൾ ടു ബി ലെസ് സോഷ്യൽ. ഇവർ സോഷ്യൽ ആവുന്നത് കുറയുന്നു. സെയിം മീനിങ് തന്നെയാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓർ യു ക്യാൻ യൂസ് ക്രിയേറ്റിംഗ് എ സൊസൈറ്റി ദാറ്റ് ഈസ് മോർ സോഷ്യലി ഐസൊലേറ്റഡ്. കൂടുതൽ ഐസൊലേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റി ഇത് കാരണം ഫോം ചെയ്യുന്നു. ഓർ ഡിസ്കണക്റ്റിംഗ് അസ് ഫ്രം വൺ അനദർ. പരസ്പരം നമ്മളെ ഡിസ്കണക്റ്റഡ് ആക്കുന്നു ബിക്കോസ് വി ആർ ഡിപ്പെൻഡിങ് ടു മച്ച് ഓൺ ദിസ് ടെക്നോളജി. ഓർ ദ ലാസ്റ്റ് വൺ ഈസ് അഫക്റ്റിംഗ് ഒതൻറ്റിക് ഹ്യൂമൻ റിലേഷൻഷിപ്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്. സോ ഈ സെയിം കോണ്ടെക്സ്റ്റ് വരുന്ന ഡിഫറെൻറ്റ് ഫ്രേസസ് നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ടും സാധിക്കണം. And our original thesis statement is this: it is evident that technology is making people less interactive. So now we have 3 അതർ ഓൾട്ടർനേറ്റീവ് തീസിസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാവുന്ന 3 തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ഇപ്പോൾ തന്നെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞു. ദ ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് ഈസ് ഒബ്വിയസ് ദാറ്റ് ഡിവൈസസ് ആർ ഡ്രൈവിംഗ് പീപ്പിൾ ടു ബി ലെസ് സോഷ്യൽ. Second one is it is clear that IT is affecting authentic human relationships and communication. And the last one is it is apparent that technological inventions are creating a society that is more socially isolated. സോ നമ്മൾ ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെൻറ്റ്. സെയിം കാര്യം തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ബട്ട് യൂസിങ് ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് സിനോണിംസ് യൂസ് ചെയ്ത് പോവാം. സോ വി ഹാവ് യൂസ് ഓൾട്ടർനേറ്റീവ് ഫ്രേസസ്. ഇവിടെ ഡിഫറെൻറ്റ് ഫ്രേസസ് യൂസ് ചെയ്തിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് അവർ തേർഡ് ടെക്നിക്ക് ഈസ് റീഓർഡർ യുവർ സെൻറ്റൻസ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾ പല രീതിയിലുള്ള സെൻറ്റൻസ് സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ടാവും. മേ ബി യു ഹാവ് യൂസ്ഡ് സിമ്പിൾ സെൻറ്റൻസ് ഓർ കോംപ്ലെക്സ് സെൻറ്റൻസ് ഓർ കോമ്പൗണ്ട് സെൻറ്റൻസ്. ഇതിൽ ഏത് സെൻറ്റൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. സോ വൈൽ പാരഫ്രൈസിങ്, നിങ്ങളത് വീണ്ടും പാരഫ്രൈസ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ യൂസ് എ ഡിഫറെൻറ്റ് സെൻറ്റൻസ് സ്ട്രക്ചർ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് യു ക്യാൻ റീഓർഡർ യുവർ സെൻറ്റൻസ്. ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഇറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ ബിക്കോസ് അല്ലെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടാവില്ല. സോ ഹിയർ ഈസ് എ പാസേജ്. നമ്മൾ എഴുതിയേക്കുന്ന ഒരു ഫസ്റ്റ് ബോഡി പാരഗ്രാഫാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഇതിൽ മെനി പീപ്പിൾ ആർ എന്ന് പറയുന്ന ആ ഒരു യൂസേജ് 3 times വന്നിട്ടുണ്ട്. ഇൻ ദ ലാസ്റ്റ് വൺ ഇറ്റ് ഈസ് മെനി ഇൻഡിവിജ്വൽസ്, ബട്ട് വലിയൊരു ഡിഫറൻസ് ഇല്ല. ഇതൊരു റീഡർ അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിനർ റീഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് വിൽ ബി ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കും. സോ നിങ്ങൾക്ക് വേറൊരു സ്ട്രക്ചർ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത് തന്നെ സെയിം യൂസേജ് പോയിക്കുന്നത്. കുറച്ച് ഇറിറ്റേറ്റഡ് ആവാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ യു ക്യാൻ റീഫ്രേസ് ദിസ്. നിങ്ങൾക്ക് വേറെ സെൻറ്റൻസ് സ്ട്രക്ചർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് വേണമെങ്കിലും ഇതിനെ റീഫ്രേസ് ചെയ്യാവുന്നതാണ്. ഇഫ് വി ഒബ്സർവ് അവർ ഫസ്റ്റ് സെൻറ്റൻസ്, നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, മെനി പീപ്പിൾ ആർ ഓഫൺ ഗ്ലൂഡ് ടു ദെയർ മൊബൈൽ ഫോൺസ് വൈൽ വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഓർ സിറ്റിംഗ് അറ്റ് എ കഫേ ഇൻസ്റ്റെഡ് ഓഫ് എൻഗേജിങ് ഇൻ ദ ഫിസിക്കൽ വേൾഡ് അറൗണ്ട് ദം. സോ നമ്മളൊരു ഡിഫറെൻറ്റ് കോണ്ടെക്സ്റ്റ് ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ബട്ട് ആ ഒരു സെൻറ്റൻസ് നിങ്ങൾ ഒബ്സർവ് ചെയ്താൽ കാണാം, ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് സെൻറ്റൻസ്. ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു കോംപ്ലെക്സ് സെൻറ്റൻസ് ആണ് അവിടെ ഫോം ചെയ്തിട്ടുള്ളത്. സോ സിംപ്ലി യു ക്യാൻ ചേഞ്ച് ദ ഓർഡർ. റീഓർഡർ ചെയ്തിട്ട് തന്നെ നിങ്ങൾക്കൊരു പുതിയ സെൻറ്റൻസ് അവിടെ ഫോം ചെയ്യാവുന്നതാണ്. സോ ദിസ് ഈസ് അവർ സെൻറ്റൻസ്. മെനി പീപ്പിൾ ആർ ഓഫൺ ഗ്ലൂഡ് ടു ദെയർ മൊബൈൽ ഫോൺസ് വൈൽ വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഓർ സിറ്റിംഗ് അറ്റ് എ കാഫേ ഇൻസ്റ്റെഡ് ഓഫ് എൻഗേജിങ് ഇൻ ദ ഫിസിക്കൽ വേൾഡ് അറൗണ്ട് ദം. സോ നമുക്ക് ഇതിൻ്റെ സെൻറ്റൻസ് ഓർഡർ ഒന്ന് റിവേഴ്സ് ചെയ്ത് കൊടുക്കാം. ദാറ്റ് മീൻസ് അവർ സെക്കൻഡ് സൈഡിലുണ്ടായിരുന്ന ക്ലോസിനെ നമ്മൾ ഫസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഇൻസ്റ്റെഡ് ഓഫ് എൻഗേജിങ് ഇൻ ദ ഫിസിക്കൽ വേൾഡ് അറൗണ്ട് ദം, മെനി പീപ്പിൾ ആർ ഓഫൺ ഗ്ലൂഡ് ടു ദെയർ സെൽ ഫോൺസ് വൈൽ വാക്കിംഗ് ഡൗൺ ദ സ്ട്രീറ്റ് ഓർ സിറ്റിംഗ് അറ്റ് എ കാഫേ. സോ നമ്മൾ സെയിം കാര്യം തന്നെയാണ് റീപ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്, ബട്ട് ഒരു റെപ്പറ്റീഷൻ അവിടെ ഫീൽ ചെയ്യില്ല ബിക്കോസ് വി ഹാവ് ചേഞ്ച് ദ ഓർഡർ. ദെൻ നമ്മുടെ സെക്കൻഡ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സിമ്പിൾ സെൻറ്റൻസ്. സോ നമുക്ക് ഓർഡർ ഒന്നും ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കില്ല. മെനി പീപ്പിൾ ആർ ബിഗിനിങ് ടു പ്രയോറിറ്റൈസ് ദ വിർച്വൽ ഇൻട്രാക്ഷൻസ് ഓവർ ഇൻ പേഴ്സ് കണക്ഷൻസ്. ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, ആകെ ഒരു ക്ലോസ് മാത്രമേ അതിലുള്ളൂ. സോ നമുക്ക് ഓർഡർ ചേഞ്ച് ഇവിടെ പോസിബിൾ അല്ല. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്കൊരു എക്സ്ട്രാ ഫ്രേസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു സെക്കൻഡ് ഓർഡർ എന്നുള്ള രീതിയിൽ, അതായത് ഈ മെനി പീപ്പിൾ എന്നുള്ളതിനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം. സോ ഫോർ ദാറ്റ് ഐ ഹാവ് ആഡഡ് എ ഫ്രേസ് വിത്തൗട്ട് റിയലൈസിങ്.
അത് മനസ്സിലാക്കാണ്ട്. സോ നമുക്ക് ആ ഒരു മെനി പീപ്പിൾ എന്നതിനെ അവോയ്ഡ് ചെയ്തിട്ട് വി ക്യാൻ കണക്ട് യൂസിങ് വി, നമ്മൾ എന്നുള്ള ഒരു പ്രനൗൺ യൂസ് ചെയ്ത് അവിടെ കണക്ട് ചെയ്യാവുന്നതാണ്. സോ വിത്തൗട്ട് റിയലൈസിങ് വി ആർ ബിഗിനിങ് ടു പ്രയോറിറ്റൈസ് അവർ വിർച്വൽ ഇൻറ്ററാക്ഷൻസ് ഓവർ ഇൻ പേഴ്സ് കണക്ഷൻസ്. സോ നമ്മൾ അവിടെ ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിരുന്നത് കൊണ്ട് നമുക്ക് ഓർഡർ ചേഞ്ച് പോസിബിൾ അല്ലാത്തത് കൊണ്ടും വി ഹാവ് ആഡഡ് എ ഫ്രേസ്, നമ്മളൊരു ഫ്രേസ് ആഡ് ചെയ്ത് ദെൻ നിങ്ങൾക്ക് പ്രനൗൺ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. സോ ആ ഒരു റെപ്പറ്റീഷൻ നിങ്ങൾക്ക് അങ്ങനെ അവോയ്ഡ് ചെയ്യാവുന്നതാണ്. And our last sentence is, many individuals are socially isolating themselves by signaling they are not interested in real life conversations. So നമ്മളൊരു സെൻറ്റൻസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതും ഒരു ഡിഫറെൻറ്റ് ക്ലോസസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പുതിയൊരു ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് നമുക്കിവിടെ ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ നമ്മൾ അതിന് പകരമായിട്ട് വി ഹാവ് ആഡഡ് ഒരു ക്ലോസ് ആഡ് ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിനെ ഒരു ക്ലോസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ബൈ സിഗ്നലിംഗ് ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ റിയൽ ലൈഫ് കോൺവെർസേഷൻ. സോ നമ്മൾ അതിനെ ഒരു ക്ലോസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ സെൻറ്റൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇൻഡിവിജ്വൽസ് ആർ സോഷ്യലി ഐസൊലേറ്റിംഗ് ദംസെൽസ്. സോ നമ്മൾക്ക് ഒരേപോലെ തന്നിട്ടുണ്ടായിരുന്ന 3 സെൻറ്റൻസിനെ ഐ ഹാവ് ചേഞ്ച്ഡ് ഇൻ ടു 3 ഡിഫറെൻറ്റ് സെൻറ്റൻസസ്. നിങ്ങൾക്കും ഈ രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇഫ് ഒരു ഓർഡർ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഓർഡർ ഇൻ്റർചേഞ്ച് ചെയ്യാം. അതർവൈസ് നിങ്ങൾക്ക് ക്ലോസോ അതല്ലെങ്കിൽ ഫ്രേസസോ ആഡ് ചെയ്ത് നിങ്ങളുടെ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ മാറ്റാം. സോ ദിസ് ഈസ് ദ ന്യൂ പാരഗ്രാഫ്. നമ്മൾ ആ ഒരു പാരഗ്രാഫിനെ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തെടുത്ത പാരഗ്രാഫിനെ എഴുതുകയാണെങ്കിൽ യു ഹാവ് റിസീവ്ഡ് എ പാരഗ്രാഫ് ലൈക്ക് ദിസ്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം റെപ്പറ്റീഷൻ ഒന്നും തന്നെ പോകുന്നില്ല. ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിനെ പ്രോപ്പറായിട്ട് കണക്ട് ചെയ്തിട്ടുമുണ്ട്. സോ ഈ ഒരു രീതിയിൽ നിങ്ങൾ നേരത്തെ കണ്ട പാരഗ്രാഫിന് പകരം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ യു ക്യാൻ ഇംപ്രൂവ് യുവർ സ്കോർ. ആൻഡ് അവർ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടെക്നിക്ക് ഈസ് യൂസ് പ്രനൗൺസ്. പ്രോപ്പറായിട്ടുള്ള പ്രനൗൺസ് യൂസ് ചെയ്യുക. സോ നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രനൗൺസ് ആണ് ഇതെല്ലാം. ഹി, ഷീ, ദേ, ദീസ്, ദോസ്, ദിസ്, ദാറ്റ്, ഇറ്റ്, വി, ഹിം, ഹെർ ആൻഡ് ദം. ഇത്ര മാത്രമല്ല, വി ഹാവ് ലോട്ട്സ് ഓഫ് പ്രൊനൗൺസ് അതർ ദാൻ ദിസ്, ബട്ട് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോസിബിലിറ്റി ഉള്ള പ്രൊനൗൺസ് ആണ് ഇതെല്ലാം. സോ നിങ്ങളൊരു സെൻറ്റൻസ് എഴുതുന്ന സമയത്ത് പ്രൊനൗൺസ് യൂസ് ചെയ്ത് ഒരു കണക്ഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കുക. സോ ഹിയർ ഈസ് ആൻ എക്സാമ്പിൾ സെൻറ്റൻസ്. People should consider how much people use technology. So in this sentence you have used a simple word twice. 2 വട്ടം നിങ്ങൾ പീപ്പിൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ പീപ്പിളിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് പ്രൊനൗൺ യൂസ് ചെയ്യാം? സോ നമുക്ക് ആദ്യം തന്നെ പീപ്പിൾ എന്ന് പറയുമ്പോൾ നമ്മളും ഉൾപ്പെടുന്നതാണ്. സോ വി വിൽ സിംപ്ലി തിങ്ക് ലൈക്ക് വി. നമുക്ക് വി യൂസ് ചെയ്യാം എന്നായിരിക്കും നമ്മൾ ആദ്യം തിങ്ക് ചെയ്യുക. സോ നമുക്ക് ആ ഒരു സെൻറ്റൻസ് പ്രൊഡ്യൂസ് ചെയ്ത് നോക്കാം. പീപ്പിൾ ഷുഡ് കൺസിഡർ ഹൗ മച്ച് വി യൂസ് ടെക്നോളജി. നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം കുറച്ച് ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് തിങ്ക് ചെയ്യാം അതിന് പകരം പിന്നെ എന്ത് പ്രൊനൗൺ യൂസ് ചെയ്യാം. പീപ്പിളിന് പകരമായിട്ട് വേറെ യൂസ് ചെയ്യാൻ കഴിയുന്ന എന്ത് പ്രൊനൗൺ ഉണ്ട്? സോ വി ക്യാൻ യൂസ് ദേ. ദേ വെച്ചിട്ട് നമുക്ക് സെൻറ്റൻസ് ഒന്ന് കൺസ്ട്രക്ട് ചെയ്ത് നോക്കാം. പീപ്പിൾ ഷുഡ് കൺസിഡർ ഹൗ മച്ച് ദേ യൂസ് ടെക്നോളജി. ഇറ്റ്സ് ബെറ്റർ. സൗണ്ട് ചെയ്തിട്ട് വലിയ പ്രശ്നം ഫീൽ ചെയ്യുന്നില്ല. ഇറ്റ്സ് എ മീനിങ് ഫുൾ സെൻറ്റൻസ്. സോ ഈ രീതിയിൽ നിങ്ങൾക്ക് പ്രൊനൗൺ യൂസ് ചെയ്ത് സെൻറ്റൻസിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ഹിയർ ഈസ് അനദർ എക്സാമ്പിൾ. നമ്മുടെ ഫസ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള പാരഗ്രാഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണാം ടെക്നോളജി എന്നുള്ള വേർഡ് ഇറ്റ് ഈസ് യൂസ് ത്രൈസ്. 3 തവണ ഈ ഒരു പാരഗ്രാഫിൽ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. ടെക്നോളജി ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസ് ബിക്കോസ് ടെക്നോളജി ക്യാൻ കണക്ട് us to people far away while also distracting us from real life. To tackle the technology problem, we should consider having a limit on our screen time. സോ ഈ ഒരു പാരഗ്രാഫ്, ഈ ചെറിയ പാരഗ്രാഫിൽ തന്നെ വി ഹാവ് യൂസ് ദ വേർഡ് ത്രൈസ്. 3 തവണ ടെക്നോളജി എന്നുള്ള വേർഡ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ടെക്നോളജിക്ക് പകരമായിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? അതുകൊണ്ട് ഐ ഹാവ് ചേഞ്ച് ദ സെക്കൻഡ് ടെക്നോളജി ഇൻ ടു ഇറ്റ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ കൺവേർട്ട് ചെയ്തു. ആൻഡ് കൺവേർട്ടഡ് ദ തേർഡ് ടെക്നോളജി ഇൻ ടു ദിസ് എന്നുള്ള രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ നമുക്ക് അതൊന്ന് റീഡ് ചെയ്ത് നോക്കാം. ഈസ് ഇറ്റ് ഓക്കെ, അത് ഓക്കെ ആണോ എന്നുള്ളത്. ടെക്നോളജി ഹാസ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കോൺസിക്വൻസ് ബിക്കോസ് ഇറ്റ് ക്യാൻ കണക്ട് us to people far away while also distracting us from real life. To tackle this problem, we should consider having a limit on our screen time.
സോ ഇറ്റ്സ് ബെറ്റർ. നമുക്ക് ആ ടെക്നോളജി എന്നുള്ള വേർഡ് എലിമിനേറ്റ് ചെയ്യാനും സാധിച്ചു. ബട്ട് വി ഹാവ് യൂസ് പ്രനൗൺസ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്. സോ അതൊരു കുറച്ചും കൂടി ഒരു കണക്ഷൻ ഫീൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ഈ രീതിയിൽ പ്രനൗൺസ് യൂസ് ചെയ്തിട്ടും നിങ്ങൾക്ക് സെൻറ്റൻസിനെ കൺവേർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ലെറ്റ്സ് look at a quick recap. Our first one is use synonyms in the right context. Always think it should be in the right context. And the second one is rephrase the important idea. You can use different phrases for that. And the third one is reorder sentences. That means different clause ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ reorder ചെയ്യാം. But you should have a clarity about simple, compound and complex sentence. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ടും സാധിക്കുള്ളൂ. If you don't know that much about it, നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. I can give a special class about that. And the last one is use pronouns. നിങ്ങൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിനെ കുറച്ചും കൂടെ പ്രോപ്പറായിട്ടുള്ള കണക്ഷൻ വരുത്താൻ വേണ്ടിയിട്ട് you could have used pronouns. Pronouns യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ ചെയ്യാവുന്നതാണ്. So that's all for today. I hope it's clear for you guys. If you have any doubts, you can ask me that through the comment box. Okay, so that's all for today, and thank you for watching the session. Thank you.